നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ അമേരിക്കൻ എയർലൈൻസ് ജെറ്റുമായി കൂട്ടിയിടിച്ചത് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാനുള്ള പരിശീലന അഭ്യാസത്തിനിടെ. റീഗൻ വിമാനത്താവള കൺട്രോൾ റൂമിന് പാളിച്ചകളില്ലായിരുന്നതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഏറ്റവും വലിയ നഗരമായ ഗോമയിലും സമീപ പ്രദേശങ്ങളിലും ഈ ആഴ്ച വിമതരുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെ 773 പേർ കൊല്ലപ്പെട്ടു. സൈന്യം തിരിച്ചടിച്ചു തുടങ്ങിയതായി കോങ്കോ സർക്കാർ. പുതിയ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നം സുരക്ഷാ ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ യൂറോപ്യൻ യൂണിയനിലും വടക്കൻ അയർലൻഡിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നതായി ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ. ഹീദ്രുവിലെ മൂന്നാമത്തെ റൺവേ യുകെയുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ രാജ്യത്ത് കപട പരിസ്ഥിതിവാദികളുടെ രൂക്ഷ വിമർശനം നേരിട്ട് ചാൻസലർ റേച്ചൽ റീവ്സ്. മൂന്നാമത്തെ റൺവേയുമായി മുന്നോട്ടു പോകുമെന്ന കടുത്ത തീരുമാനത്തിൽ ധനമന്ത്രി. യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ 25% വരെ കടുത്ത താരിഫുകൾ ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ചു കാനഡയും മെക്സിക്കോയും. പ്രസിഡന്റിനെതിരെ ലോക വ്യാപാര സംഘടനയ്ക്ക് പരാതി നൽകുമെന്ന് ചൈന. ഡൽഹിയെപ്പറ്റി പുറത്തു പറയാൻ തന്നെ നാണക്കേടാണെന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരാജയമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇഡി റെയ്ഡിനിടെ ഹൃദയാഘാതം. മുംബൈ ആസ്ഥാനമായുള്ള ടെക് കമ്പനി സ്ഥാപകൻ ദിനേശ് നന്ദുവാനയ്ക്ക് ദാരുണ മരണം. ഗുജറാത്തിലെ ഡാങ് ജില്ലയിൽ 48 തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർ മരിച്ചു. അപകടത്തിൽ 17 പേർക്ക് പരിക്ക്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ അപ്പോൾ സഹായം കിട്ടുമെന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. ജോർജ് കുര്യൻ കേരളത്തെ അപമാനിച്ചു. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണമെന്നും മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച പൊട്ടോമാക് നദിക്ക് മുകളിൽ അമേരിക്കൻ എയർലൈൻസ് ജെറ്റുമായി കൂട്ടിയിടിച്ച് ബ്ലാക്ക് ഹാക്ക് സൈനിക ഹെലികോപ്റ്റർ ഒരു ദുരന്തമോ ആക്രമണമോ ഉണ്ടായാൽ സർക്കാർ അംഗങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള പരിശീലന ദൗത്യത്തിലായിരുന്നുവെന്ന് US ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പൈലറ്റുമാരെ യഥാർത്ഥ ലോക സാഹചര്യം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ റിഹേഴ്സ് നടത്തുകയായിരുന്നു ഹെലികോപ്റ്റർ എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന്റെ 12ാം ഏവിയേഷൻ ബറ്റാലിയനെയാണ് ഉയർന്ന US ഉദ്യോഗസ്ഥരെ വാഷിംഗ്ടൺ DC-യിൽ നിന്നും അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ആണവ യുദ്ധമുണ്ടായാൽ കമാൻഡ് സെറ്റായി ഉപയോഗിക്കുന്നതിനായി പെൻസിൽവാനിയയിൽ നിർമ്മിച്ച റേവൻ റോക്ക് മൗണ്ടൻ വരെയായിരുന്നു അഭ്യാസ പരിശീലനം. റീഗൽ നാഷണൽ എയർപോർട്ടിൽ ഹെലികോപ്റ്ററുകൾക്കും ഇൻകമിംഗ് വിമാനങ്ങൾക്കും എയർ ട്രാഫിക് കൺട്രോൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അപകട ദിവസം പതിവിലും നേരത്തെ സംയോജിപ്പിച്ചതായി കൂട്ടിയിടിയെക്കുറിച്ചുള്ള പ്രാഥമിക FIR റിപ്പോർട്ടിൽ കണ്ടെത്തി. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഏറ്റവും വലിയ നഗരമായ ഗോമയിലും സമീപ പ്രദേശങ്ങളിലും ഈ ആഴ്ച വിമതരുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെ 773 പേർ കൊല്ലപ്പെട്ടു. നഗരം പിടിച്ചടക്കിയ റുവാണ്ട പിന്തുണയുള്ള വിമതരുടെ മറ്റു പ്രദേശങ്ങളിലേക്കുള്ള മുന്നേറ്റം കോങ്കോ സൈന്യം മന്ദഗതിയിലാക്കി. അവരിൽ നിന്ന് ചില ഗ്രാമങ്ങൾ വീണ്ടെടുത്തു. ഗോമയിലെ ആശുപത്രി രേഖകൾ പ്രകാരം 773 മൃതദേഹങ്ങൾ മോർച്ചറികളിലുണ്ടെന്നും 2880 പേർക്ക് പരിക്കേറ്റതായും കോങ്കോ സർക്കാർ വക്താവ് പാട്രിക് മുയായ ശനിയാഴ്ച തലസ്ഥാനമായ കിൻഷാസയിൽ പറഞ്ഞു. മരണസംഖ്യ ഇതിലും കൂടുതലാകാമെന്നും പാട്രിക് വെളിപ്പെടുത്തി. പുതിയ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്ന സുരക്ഷാ ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ ഡിസംബർ പകുതി മുതൽ യൂറോപ്യൻ യൂണിയനിലും വടക്കൻ അയർലൻഡിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നതായി ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ. ചട്ടം മാറ്റം കാരണം യൂറോപ്യൻ യൂണിയനിലും വടക്കൻ അയർലൻഡിൽ നിന്നുമുള്ള ഇന്റർനെറ്റ് ഓർഡറുകൾ നിർത്തിയതിനു ശേഷം 2 വിപണികളിലെയും ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സ്കാർഫുകളും ഷാളുകളും പുതപ്പുകൾ എന്നിവയുടെ വിൽപ്പന നഷ്ടപ്പെട്ടു. ഡിസംബർ 13-ന് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന പൊതുവായ ഉൽപ്പന്ന സുരക്ഷാ നിയന്ത്രണം ഭക്ഷണം,
പുരാവസ്തുക്കൾ, ചില സാങ്കേതിക ഇനങ്ങൾ എന്നിവ ഒഴികെ എല്ലാ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും ബാധകമാണ്. 27 അംഗരാജ്യങ്ങളിലുടനീളമുള്ള ഉൽപ്പന്നങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ നടപടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് യൂറോപ്യൻ കമ്മീഷൻ പറഞ്ഞു. ഹീത്രൂവിലെ മൂന്നാമത്തെ റൺവേ യുകെയുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ രാജ്യത്ത് കപട പരിസ്ഥിതിവാദികളുടെ രൂക്ഷ വിമർശനം നേരിടുകയാണ് ചാൻസലർ റേച്ചൽ റീവ്സ്. ഏതെങ്കിലും ഹീത്രൂവിലെ വിമാന ഗതാഗത തിരക്ക് മൂലമുണ്ടാകുന്ന കാലതാമസവും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവസാനിപ്പിക്കാൻ മൂന്നാമത്തെ റൺവേയുമായി മുന്നോട്ടു പോകുമെന്ന കടുത്ത തീരുമാനത്തിലാണ് ധനമന്ത്രി. പുതിയ റൺവേ 1 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും UK ലോകമെമ്പാടും വളർന്നു വരുന്ന വിപണികളുമായി ബന്ധിപ്പിക്കുമെന്നും വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും ചാൻസലർ പറഞ്ഞു. യുകെയുടെ കാർബൺ നിലപാടിനെതിരെ സുസ്ഥിര വ്യോമയാന ഇന്ധനത്തിന്റെ ഉൽപാദനത്തിന് പ്രചോദനമായ വിമാനത്താവള വികസനം മാറുമെന്ന ആരോപണമാണ് ഗ്രീൻ ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. US-ലേക്കുള്ള കയറ്റുമതി 25% വരെ കടുത്ത താരിഫുകൾ ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെ കാനഡയും മെക്സിക്കോയും ശക്തമായി തിരിച്ചടിച്ചു. പ്രസിഡന്റിനെതിരെ ലോക വ്യാപാര സംഘടനകൾക്ക് പരാതി നൽകുമെന്നും ചൈന പറഞ്ഞു. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ശനിയാഴ്ച രാത്രി നടത്തിയ പ്രസംഗത്തിൽ $155 ബില്യൺ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളിൽ ഘട്ടം ഘട്ടമായി 25% താരിഫ് നടപടികൾ പ്രഖ്യാപിച്ചു. എണ്ണ, ഊർജം, തടി എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക കനേഡിയൻ ധാതുക്കൾ വിഭവങ്ങളിലും US ഉപഭോക്താക്കളെ പ്രവേശനത്തിലൂടെ ട്രംപ് അപകടത്തിലാക്കിയതായും ട്രൂഡോ പറഞ്ഞു. കുർസ്ക് സ്കൂളിലെ മിസൈൽ ആക്രമണത്തിൽ റഷ്യയെ ഉക്രൈൻ കുറ്റപ്പെടുത്തി. റഷ്യയിലെ കുർസ്ക് മേഖലയിൽ ആളുകളെ ഒഴിപ്പിക്കുന്ന ബോർഡിംഗ് സ്കൂളിലെ റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെട്ടതായി ഉക്രൈൻ സൈന്യം അറിയിച്ചു. ഡസൻ കണക്കിന് സിവിലിയന്മാർ അവിടെ ഉണ്ടായിരുന്നിട്ടും അതിർത്തി പട്ടണമായ സുഡിഷ്യയിലെ ബോർഡിംഗ് സ്കൂളിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് പ്രസിഡന്റ് വോളോഡൈമർ സെലൻസ്കി പറഞ്ഞു. സുഹൃത്തുക്കളുമായി വാരാന്ത്യം ആഘോഷിക്കാൻ ഔദ്യോഗിക വാഹനവും മിനിസ്റ്റീരിയൽ ഡ്രൈവറെയും ഉപയോഗിച്ചതിൽ ക്ഷമാപണം നടത്തി ന്യൂ സൗത്ത് വെയിൽസ് ഗതാഗത മന്ത്രി ജോ ഹെയ്ലൻ. ഉച്ചഭക്ഷണത്തിന് $750 ചിലവഴിച്ച് നടത്തിയ 446 കിലോമീറ്റർ ഹണ്ടർ വാലി യാത്രയ്ക്കുള്ള പണം തിരികെ നൽകുമെന്നും ഹെയ്ലൻ പറഞ്ഞു. താൻ തെറ്റായ തീരുമാനം എടുത്തതെന്ന് ഹെയ്ലൻ വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ഒരു യൂബർ ബുക്ക് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നു എന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഡൽഹിയെപ്പറ്റി പുറത്തു പറയാൻ തന്നെ നാണക്കേടാണെന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരാജയമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കഴിഞ്ഞ 10 വർഷമായി AAP ഭരണം ഡൽഹിയെ പിന്നോട്ടടിച്ചത് ദൗർഭാഗ്യകരമാണ്. ഡൽഹി നിവാസികൾക്ക് വെള്ളം, വൈദ്യുതി, ഗ്യാസ് സിലിണ്ടറുകൾ, ആരോഗ്യ ചികിത്സ എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ AAP സർക്കാർ നിഷേധിച്ചു എന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാകണം ഇത്തവണ വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ 70 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന് നടക്കും. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-നാണ് നടക്കുന്നത്. മഹാകുംഭമേളയിൽ 77 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരും മിഷൻ മേധാവികളും ഉൾപ്പെടെ 118 അംഗം പ്രത്യേക വിദേശ പ്രതിനിധി സംഘം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ സ്നാനശേഷം ഇന്ത്യൻ സംസ്കാരത്തെയും ആത്മീയതയെയും പുകഴ്ത്തുകയും ചടങ്ങിന്റെ ക്രമീകരണങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതുവരെ 30 കോടിയിലധികം ആളുകൾ ഇന്ത്യയിലും വിദേശത്തു നിന്നും മഹാകുംഭമേളയിൽ മുങ്ങിക്കുളിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കനുസരിച്ച് 40 മുതൽ 50 കോടി ആളുകൾ പുണ്യസ്നാനം ചെയ്യാൻ വരുമെന്നാണ് റിപ്പോർട്ട്. അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തയച്ചു. BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയുടെ ഗുണ്ടകൾ AAP പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നുവെന്നും വനിതാ AAP പ്രവർത്തകയെ മർദ്ദിച്ചതായും കത്തിൽ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ തടയാൻ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് AAP പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായത്. ED റെയ്ഡിനിടെ ഹൃദയാഘാതം. മുംബൈ ആസ്ഥാനമായുള്ള ടെക് കമ്പനി സ്ഥാപകൻ ദിനേശ് നന്ദോയ്ക്ക് ദാരുണ മരണം. ടെക്നോളജി കമ്പനി വക്രാങ്കിയുടെ സ്ഥാപകനും പ്രൊമോട്ടറും
എമിറേറ്റ് ചെയർമാനുമായ ദിനേശ് നന്ദ്വാനെയാണ് മരിച്ചത്. അന്തേരിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ED റെയ്ഡ് നടക്കുന്നതിനിടെ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണം അടയുകയായിരുന്നു. ഗുജറാത്തിലെ ഡാങ് ജില്ലയിൽ 48 തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർ മരിച്ചു. അപകടത്തിൽ 17 പേർക്ക് പരിക്ക്. പുലർച്ചെ 4:15ഓടെ സപുതാര ഹിൽ സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. പരുക്കേറ്റവരെ അഹോയിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വറിൽ നിന്നും ഗുജറാത്തിലെ ദ്വാരകയിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മധ്യപ്രദേശിലെ ഗുണ, ശിവപുരി, അശോക് നഗർ ജില്ലകളിൽ നിന്നുള്ളവരാണ് തീർത്ഥാടകരെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ അപ്പോൾ സഹായം കിട്ടുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. ജോർജ് കുര്യൻ കേരളത്തെ അപമാനിച്ചു. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണം. കേരളത്തിന്റെ വികസന പദ്ധതികൾ കേന്ദ്രം മാതൃകയാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. കേരളത്തെ നരകിപ്പിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിചിത്രവാദം മുന്നോട്ട് വെച്ചത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ അപ്പോൾ സഹായം കിട്ടുമെന്നായിരുന്നു ജോർജ് കുര്യന്റെ പ്രസ്താവന. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. തിങ്കളാഴ്ച 12 മണി മുതൽ ചൊവ്വാഴ്ച രാത്രി 12 വരെ പണിമുടക്കെന്നും INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അറിയിച്ചു. KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം നിർത്തുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 107.48 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 86.69 രൂപ, 1 യൂറോ 89.69 രൂപ, 1 പൗണ്ട് 1.24 US ഡോളർ. ലിവർപൂൾ FCയെ സൂപ്പർ താരം മുഹമ്മദ് സലാഹിനെയും തടഞ്ഞു നിർത്താൻ കഴിയാതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾ. ഗോളിലും അസിസ്റ്റിലും ബഹുദൂരം മുന്നിലെത്തിയ സലാഹ് സീസൺ ലീഗ് പട്ടികയിൽ മുന്നിലുള്ള ലിവർപൂൾ ഇന്നലെ ബോൺമൌത്തിന് എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി 3 പോയിന്റുകൾ കൂടി ചേർത്തു. 2 ഗോളുകൾ അടിച്ചതും സലാഹാണ്. 30-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ലിവർപൂളിനെ മുന്നിലെത്തിച്ച സലാഹ് 75-ാം മിനിറ്റിൽ ജോൺസിന്റെ അസിസ്റ്റന്റിലാണ് വല കുലുക്കിയത്. നിലവിൽ അസിസ്റ്റിലും ഗോളിലും സലാ തന്നെയാണ് ലീഗിൽ മുന്നിലുള്ള താരം. 21 ഗോളുകളാണ് സലാ ഈ സീസണിൽ അടിച്ചത്. 18 ഗോളുകളുമായി സിറ്റിയുടെ എർലിംഗ് ഹാളണ്ടാണ് രണ്ടാമത്. 13 അസിസ്റ്റുകളാണ് സലാ ഇത്തവണ സ്വന്തം പേരിൽ കുറിച്ചത്. 10 അസിസ്റ്റുകളുള്ള ഫുൾഹാമിൻ്റെ റോബിൻസനാണ് രണ്ടാമതെത്തുന്നത്. മറ്റൊരു മത്സരത്തിൽ കരുത്തരായ ന്യൂകാസിലിനെ ഫുൾഹാം 1-നെതിരെ 2 ഗോളിന് തകർത്തു. റൗൾ ജിമിനസും റോഡ്രിഗോ മുനിസുമാണ് ഫുൾഹാമിനായി ഗോളടിച്ചത്. ജേക്കബ് മർഫിയാണ് ന്യൂകാസിലിൻ്റെ സ്കോറർ. അതേസമയം ഗോൾ മഴ തീർത്ത പോരാട്ടത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ബ്രൈറ്റണെ ഏകപക്ഷീയമായ 7 ഗോളിനാണ് തോൽപ്പിച്ചത്. ക്രിസ് വുഡ് ഹാട്രിക് അടിച്ചു. നീക്കോ വില്യംസും മോർഗൻ ഗിബ്സും ജോട്ടാ സിൽവയും നോട്ടിംഗ്ഹാമിനായി വല കുലുക്കിയിരുന്നു. 23 മത്സരങ്ങളിൽ നിന്നായി ഒരൊറ്റ തോൽവി മാത്രം സമ്മാനിച്ച ലിവർപൂൾ 56 പോയിന്റോടെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. അത്രയും കളിയിൽ നിന്നും 47 പോയിന്റോടെ ആഴ്സണൽ രണ്ടാമതാണ്. 24 മത്സരങ്ങളിൽ നിന്നും 47 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ നോട്ടിംഗ്ഹാം 3-ാം സ്ഥാനത്തുണ്ട്. ന്യൂസ് ഡെസ്ക് ആനന്ദ് TV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ അമേരിക്കൻ എയർലൈൻസ് ജെറ്റുമായി കൂട്ടിയിടിച്ചത് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാനുള്ള പരിശീലന അഭ്യാസത്തിനിടെ. റീഗൻ വിമാനത്താവള കൺട്രോൾ റൂമിന് പാളിച്ചകളില്ലായിരുന്നതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഏറ്റവും വലിയ നഗരമായ ഗോമയിലും സമീപ പ്രദേശങ്ങളിലും ഈ ആഴ്ച വിമതരുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെ 773 പേർ കൊല്ലപ്പെട്ടു. സൈന്യം തിരിച്ചടിച്ചു തുടങ്ങിയതായി കോങ്കോ സർക്കാർ. പുതിയ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നം സുരക്ഷാ ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ യൂറോപ്യൻ യൂണിയനിലും വടക്കൻ അയർലൻഡിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നതായി ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ.
ഹീദ്രുവിലെ മൂന്നാമത്തെ റൺവേ യുകെയുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ രാജ്യത്ത് കപട പരിസ്ഥിതിവാദികളുടെ രൂക്ഷ വിമർശനം നേരിട്ട് ചാൻസലർ റേച്ചൽ റീവ്സ്. മൂന്നാമത്തെ റൺവേയുമായി മുന്നോട്ടു പോകുമെന്ന കടുത്ത തീരുമാനത്തിൽ ധനമന്ത്രി. യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ 25% വരെ കടുത്ത താരിഫുകൾ ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ചു കാനഡയും മെക്സിക്കോയും. പ്രസിഡന്റിനെതിരെ ലോക വ്യാപാര സംഘടനയ്ക്ക് പരാതി നൽകുമെന്ന് ചൈന. ഡൽഹിയെപ്പറ്റി പുറത്തു പറയാൻ തന്നെ നാണക്കേടാണെന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരാജയമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇഡി റെയ്ഡിനിടെ ഹൃദയാഘാതം. മുംബൈ ആസ്ഥാനമായുള്ള ടെക് കമ്പനി സ്ഥാപകൻ ദിനേശ് നന്ദുവാനയ്ക്ക് ദാരുണ മരണം. ഗുജറാത്തിലെ ഡാങ് ജില്ലയിൽ 48 തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർ മരിച്ചു. അപകടത്തിൽ 17 പേർക്ക് പരിക്ക്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ അപ്പോൾ സഹായം കിട്ടുമെന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. ജോർജ് കുര്യൻ കേരളത്തെ അപമാനിച്ചു. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണമെന്നും മുഹമ്മദ് റിയാസ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താം. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവി എൻജോയ് ചെയ്യുക.